ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മണിച്ചനാണെങ്കിൽ മേഘനാഥനോട് പറയുന്നുണ്ട്, നേരത്തെ വന്ന ആ കുട്ടി വന്നാൽ സാറിന്റെ കുഴപ്പങ്ങളെല്ലാം മാറുമെന്ന്, സാറിന്റെ ഈ അസുഖത്തിന് മാറ്റം വരുമെന്നൊക്കെ പറയുന്നു. മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട്, മണിച്ചൻ പറഞ്ഞത് സത്യമാണ്. അച്യുത് വന്നാൽ എനിക്ക് നല്ല മാറ്റം ഉണ്ടാകും. ആ പയ്യനാണെങ്കിൽ നല്ല മിടുക്കൻ പയ്യനാണ്, നല്ല വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്നൊക്കെ പറയുന്നു. നല്ല പക്വതയുള്ള കുഞ്ഞാണെന്നൊക്കെ ആ സമയത്ത് പറയുന്നുണ്ട്. എൻ്റെ കാശിനാഥനെ പോലെയൊക്കെയാണ് തോന്നുന്നത്, എനിക്ക് നല്ല അടുപ്പമുണ്ടെന്നൊക്കെ പറയുന്നു. മണിച്ചനപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അവനെ കൂട്ടിയിട്ട് വരാമെന്നൊക്കെ. മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട്, അഡ്രസ്സ് തരാമെന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് അച്ചൂട്ടനെയാണ്. അച്ചൂട്ടനാണെങ്കിൽ സീതമ്മ ഫുഡ് കൊടുക്കുന്നു. അച്ചൂട്ടൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്, അമ്മയെ ഇതുവരെയും കണ്ടില്ലല്ലോ എന്ന്. ആ സമയത്താണെങ്കിൽ അഞ്ജലിയും പ്രസാദും അവിടേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. സീതമ്മ എപ്പോൾ പറയുന്നുണ്ട്, അമ്മ മാത്രമല്ല ഇപ്പൊ അച്ഛനുമുണ്ട്, അച്ഛനും അമ്മയും ഉണ്ടെന്ന് പറയുന്നു. രണ്ടുപേരെയും ഒരുമിച്ച് കാണുമ്പോൾ അച്ചൂട്ടന് ഒരുപാട് സന്തോഷമാകുന്നു. അച്ചൂട്ടൻ അപ്പോൾ പറയുന്നുണ്ട്, ഇന്ന് രണ്ടുപേരും എൻ്റെ കൂടെ സ്കൂളിൽ വരണം, എന്നെ ഒരുമിച്ച് കൊണ്ടുവിടണമെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ അഞ്ജലിക്ക് ദേഷ്യം വരുന്നുണ്ട്. അഞ്ജലി ആണെങ്കിൽ അച്ചൂട്ടനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെയൊന്നും പറ്റത്തില്ല, നീ ഇത്ര വാശിയൊന്നും പിടിക്കാൻ പാടില്ല, ഞാൻ വരാമെന്നൊക്കെ പറയുന്നു. പക്ഷെ അച്ചൂട്ടൻ കേൾക്കാൻ തയ്യാറാകുന്നില്ല. അച്ചൂട്ടൻ വീണ്ടും നിർബന്ധം പിടിക്കുന്നു. പ്രസാദ് ആ സമയത്ത് പറയുന്നുണ്ട്, അതിനെന്താ, അച്ചൂട്ടന്റെ ആഗ്രഹമല്ലേ, ഞാനും അഞ്ജലിയും കൂടെ ഒരുമിച്ച് തന്നെ കൊണ്ടുവിടാമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ അച്ചൂട്ടിന് സന്തോഷമാകുന്നു. അച്ചു കഴിച്ചിട്ട് പോയതിനു ശേഷം അഞ്ജലി പ്രസാദിനോട് പറയുന്നുണ്ട്, അവന് കുറച്ച് കുറുമ്പും വാശിയും ഒക്കെ കൂടുന്നുണ്ടെന്ന്. പ്രസാദ് അഞ്ജലിയെ ഉപദേശിക്കുന്നുണ്ട്, കുട്ടികളായാൽ അങ്ങനെയാണ്, അവർ കുറച്ച് വാശിയൊക്കെ പിടിക്കും, നമ്മളും അതിനൊത്ത് നിൽക്കാൻ പാടില്ല. അവനിപ്പോൾ അച്ഛനെ അമ്മയെ ഒരുമിച്ച് വേണം, താനിപ്പോൾ അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ എന്നെ വിവാഹം കഴിച്ചത് കൊണ്ടാണെന്നൊക്കെ കരുതും. അപ്പോൾ തന്നോടും അകൽച്ച തോന്നും, എന്നോടും അകൽച്ച തോന്നും, ദേഷ്യമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. അതിനുശേഷം അച്ഛനെയും കൂട്ടിയിട്ട് പ്രസാദും അഞ്ജലിയും ആണെങ്കിൽ ഒരുമിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നു. 3 പേരും ബൈക്കിൽ കയറി പോവുകയാണ്. അത് കണ്ടിട്ട് സീതമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. ഇവരെപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാകണമെന്നൊക്കെ പറയുന്നു. അച്ചൂട്ടനെയും കൂട്ടിയിട്ട് സ്കൂളിൽ ചെന്നതിന് ശേഷം അഞ്ജലിയും പ്രസാദും ആണെങ്കിൽ പോകാൻ തുടങ്ങുമ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട്, എല്ലാ സാധനവും എടുത്തിട്ടുണ്ടല്ലേ എന്ന്. ആ സമയത്ത് അച്ചൂട്ടൻ പറയുന്നുണ്ട്, ഞാൻ കളറിംഗ് പെന്നെല്ലാം മറന്നുപോയി, ഇന്ന് ടീച്ചർ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞതെന്ന്. അത് കേൾക്കുമ്പോൾ പ്രസാദ് പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഞാൻ പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങാനായിട്ട് പോകുന്നു. അതേസമയം മേഘനാഥനോട് മണിച്ചൻ പറയുന്നുണ്ട്, ആ കുട്ടിയും കുട്ടിയുടെ വീട്ടുകാരും ഒക്കെ സ്ഥലം മാറിപ്പോയി, എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല എന്നൊക്കെ. മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട്, അവന്റെ സ്കൂൾ എനിക്കറിയാമല്ലോ, അവിടെ പോയി അന്വേഷിച്ചാലോ എന്ന്. അപ്പോൾ മണിച്ചൻ പറയുന്നുണ്ട്, അത് നല്ല ഐഡിയ ആണ്. അതുകൊണ്ട് തന്നെ മേഘനാഥനും സ്കൂളിലേക്ക് വരുന്നുണ്ട് അച്ചുവിനെ അന്വേഷിച്ചിട്ട്. പ്രസാദ് വെളിയിൽ പോയി കളർ പെൻസിൽ വാങ്ങാൻ വേണ്ടി വെളിയിലേക്ക് പോകുന്ന സമയത്ത് മേഘനാഥനും സ്കൂളിലേക്ക് വരുന്നു. രണ്ടുപേരും തമ്മിൽ കാണുന്നുണ്ട്, ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കുന്നു. പ്രസാദ് ആണെങ്കിൽ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ പറയുന്നുണ്ട്. അഞ്ജലി ഞാനും വിവാഹം കഴിച്ചു, അച്ഛനു വേണ്ടിയാണെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, അതൊരു നല്ല കാര്യമാണ്, പ്രസാദിന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അഞ്ജലി ഇതുവരെയും കാണാൻ പറ്റിയില്ല, ഒരു ദിവസം വീട്ടിൽ വരാം. ആ സമയത്ത് പ്രസാദ് പറയുന്നുണ്ട്, അഞ്ജലി ഇവിടെ തന്നെ ഉണ്ടെന്ന്. അതിനുശേഷം അഞ്ജലിയെ ചൂണ്ടിക്കാണിക്കുന്നു. അഞ്ജലിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അഞ്ജലിക്കാണെങ്കിൽ ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അഞ്ജലി തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നു. അച്ചുവിന്റെ അടുത്ത് ടീച്ചറാണ് നിൽക്കുന്നത്. ടീച്ചറിനെ കണ്ട് തെറ്റിദ്ധരിക്കുകയാണ് മേഘനാഥൻ കുട്ടിയുടെ അമ്മയായിട്ട്. മേഘനാഥൻ പറയുന്നുണ്ട്, ഞാൻ കുട്ടിയെ കാണാൻ വേണ്ടി വന്നതാണ്, അവന് ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ. പ്രസാദ് ആണെങ്കിൽ കളർ പെൻസിൽ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അതിനുശേഷം മേഘനാഥൻ ആണെങ്കിൽ ചോക്ലേറ്റ് വാങ്ങാൻ പോകുന്നുണ്ട്. ടീച്ചറുമായിട്ട് അഞ്ജലിയും അച്ചൂട്ടനും സംസാരിച്ച് നിൽക്കുന്നുണ്ട്. അച്ചൂട്ടനാണെങ്കിൽ അച്ഛനെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറയുന്നു. ടീച്ചർ ആണെങ്കിൽ സമ്മർ ക്ലാസ്സിനായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അച്ചുവിനോട്. അച്ചു അപ്പോൾ പറയുന്നുണ്ട്, അമ്മ പെർമിഷൻ തന്നാൽ ഉറപ്പായിട്ട് ഞാൻ വരാമെന്ന്. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, അതെന്താ, ട്യൂഷൻ പഠിക്കാൻ വേണ്ടി നീ ടീച്ചറിന്റെ കൂടെ നിന്നോളാൻ എന്നൊക്കെ പറയുന്നു. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മേഘനാഥനാണെങ്കിൽ ചോക്ലേറ്റുമായിട്ട് വരുന്നു. അതാണെങ്കിൽ അഞ്ജലി കാണുന്നുണ്ട്. അഞ്ജലി ഉടനെ തന്നെ അവിടെ നിന്ന് മാറുന്നു. മേഘനാഥെങ്കിൽ അഞ്ജലിയെ കാണുന്നില്ല. മേഘനാഥനാണെങ്കിൽ അച്ചുവിനെ കാണുന്നു. അച്ചുവിനെ കാണുമ്പോൾ അച്ചൂട്ടാന്ന് വിളിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ അച്ചു അങ്കിളെന്ന് വിളിക്കുന്നു. ഉടനെ തന്നെ മേഘനാഥനാണെങ്കിൽ അച്ചുവിന്റെ അടുത്ത് ചെന്നിട്ട് ചോക്ലേറ്റ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് നിനക്ക് വേണ്ടി തന്നതാണെന്നൊക്കെ. ടീച്ചറിനോട് പറയുന്നുണ്ട്, ഈ കുട്ടിയാണെങ്കിൽ നല്ല കുട്ടിയാണ്, ഇവനാണെങ്കിൽ നല്ല സ്മാർട്ടാണ്, ഇതുപോലെയുള്ള കുട്ടികളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, അത്ര നന്നായിട്ടാണ് നിങ്ങൾ വളർത്തുന്നതെന്നൊക്കെ പറയുന്നു. ടീച്ചർ അപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആകുന്നുണ്ട്, ഇയാൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ഓർത്തിട്ട്. പക്ഷെ ഒന്നും ചോദിക്കുന്നില്ല.
അച്ചുവിന് ചോക്ലേറ്റ് കൊടുത്തിട്ട് മേഘനാഥനാണെങ്കിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അതേസമയം അഞ്ജലി ആണെങ്കിൽ മേഘനാഥന്റെ കണ്ണിൽ പെടാതെ മാറിപ്പോകുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്